ട്രംപിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് നെതന്യാഹുവിന് ക്ഷണമില്ല. അന്താരാഷ്ട്ര മേഖലയിൽ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഏറ്റവും അടുത്ത സൗഹൃദമുള്ള രാജ്യങ്ങളിലൊന്ന് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലാണ്, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയാണ്. ഈ രണ്ട് രാജ്യം കഴിഞ്ഞിട്ട് മാത്രമേ ബ്രിട്ടനോട് പോലും യഥാർത്ഥത്തിൽ അമേരിക്കക്ക് പ്രതിബദ്ധതയുള്ളൂ. എന്നാൽ ഇപ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു അധികാര കൈമാറ്റമാണ് ബൈഡനിൽ നിന്ന് ട്രംപിലേക്ക് ജനുവരി മാസം 20-ാം തീയതി ന്യൂയോർക്കിൽ വെച്ച് നടക്കാൻ പോകുന്നത്. അന്താരാഷ്ട്ര മേഖലയിലുള്ള പരമാവധി രാഷ്ട്ര തലവന്മാരെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ടുള്ള ഒരു അതിഗംഭീരമായിരിക്കുന്ന സ്ഥാനാരോഹണം. സാധാരണഗതിയിൽ അമേരിക്കൻ പ്രസിഡന്റുമാർ അധികാരത്തിലേറുന്ന സമയത്ത് ഇങ്ങനെ വിപുലമായിരിക്കുന്ന സംവിധാനങ്ങളൊന്നും ഉണ്ടാവാറില്ല, ഒറ്റപ്പെട്ടത് മാത്രമേ ഉണ്ടാവാറുള്ളൂ. എന്നാൽ ട്രംപ് കഴിഞ്ഞ പ്രാവശ്യം അധികാരത്തിൽ വന്ന സമയത്തും ഇങ്ങനെ ഒരുപാട് രാഷ്ട്ര തലവന്മാരെ വിളിച്ചു ചേർന്ന ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നു. അതിൽ പ്രധാന ക്ഷണിതാവായിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നെതന്യാഹു ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് ക്ഷണമില്ല എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. 2-3 കാര്യം ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു. ഒന്നാമത്തത്, അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച വ്യക്തിയാണ് നെതന്യാഹു. അതോടൊപ്പം തന്നെ യോവ് ഗാലന്റ്, ഇസ്രായേലിലെ പ്രധാനമന്ത്രിയും മുൻ പ്രതിരോധ മന്ത്രിയും. ഈ രണ്ട് വ്യക്തികൾക്കും അറസ്റ്റ് വാറണ്ട് ഉണ്ട്. ഈ അമേരിക്കയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ അറസ്റ്റ് ചെയ്യുമോ എന്നൊരു ഭയപ്പാട്, അല്ലെങ്കിൽ അത്തരം ഒരു സംഘർഷാവസ്ഥ വിഷയമോ ഉണ്ടാവോ എന്ന് അമേരിക്ക ഭയപ്പെടുന്നു. യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏത് രാജ്യത്ത് ഇറങ്ങിയാലും അറസ്റ്റ് ചെയ്യാൻ ആ രാഷ്ട്രത്തിലെ ഭരണാധികാരികൾക്ക് നിയമം ഉണ്ടാകുന്ന ഒരു വ്യവസ്ഥയാണ് ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അറസ്റ്റും അതോടുകൂടിയുള്ള വാറണ്ടുമായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ തന്നെ പല രാജ്യങ്ങളും തങ്ങളുടെ രാജ്യത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യും എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു നിയമം, അങ്ങനത്തെ ഒരു വിധി ഇപ്പോൾ നിലനിൽക്കുന്ന സമയത്ത് അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അത്തരം ക്രിമിനൽ സംഘമാണ് എന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പരാമർശിക്കപ്പെട്ട വ്യക്തിയെ തങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് വിളിച്ചു ചേർത്തുന്നതിന് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസമുണ്ട്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള മാനസിക വിഷയം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് അവർ വിലയിരുത്തുന്നു. അങ്ങനെ 2 പ്രതിസന്ധിയിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ അധികാരാരോഹണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഇപ്പോൾ ചൈന, ഇറ്റലി, അർജന്റീന, ഹംഗറി, ബ്രസീൽ തുടങ്ങിയിരിക്കുന്ന ഒരുപാട് രാഷ്ട്ര തലവന്മാരെ പരിപാടിയിൽ ക്ഷണിച്ചിട്ടുണ്ട്. ചൈനയ്ക്കൊക്കെ ക്ഷണം കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ടാണ്. കാരണം അമേരിക്കയും ചൈനയും തമ്മിൽ നല്ല ബന്ധമല്ല. അവർ ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് എല്ലാ മേഖലയിലും പെരുമാറാറുള്ളത്. അറബ് മേഖല അങ്ങനെ തന്നെയാണ്. വേറെ ഏതെങ്കിലും മേഖലയിൽ ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് എന്താണോ അമേരിക്കയുടെ നിലപാട്, ആ നിലപാടിനെതിരെ നിലകൊള്ളുന്ന രാഷ്ട്രമാണ് ചൈന. ആ ചൈനക്ക് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് പോലും തങ്ങൾക്ക് ഔദ്യോഗികപരമായിരിക്കുന്ന അംഗീകാരം കിട്ടാത്തുള്ള നിരാശ യഥാർത്ഥത്തിൽ ഇസ്രായേലിനുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ രാജ്യങ്ങൾക്കും അനൌദ്യോഗികപരമായിരിക്കുന്ന ക്ഷണം കിട്ടിയ മറ്റു രാജ്യങ്ങളും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പൊ ഔദ്യോഗികമല്ലെങ്കിൽ പോലും അവർക്ക് പങ്കെടുക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ വിപുലമായിരിക്കുന്ന ഒരു സംവിധാന കാര്യങ്ങളാണ് അമേരിക്കയിൽ ട്രംപിന്റെ അധികാരാരോഹണവുമായിട്ട് ബന്ധപ്പെട്ട് ഏർപ്പാട് ചെയ്തത്. ട്രംപും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയും അകലാനുള്ള പ്രത്യേകമായിരിക്കുന്ന കാരണങ്ങൾ അതിന്റെ കൂടെ ചില മീഡിയകളൊക്കെ വിശദീകരിക്കുന്നത്. അതിലൊന്ന് പറയുന്ന ഒക്ടോബർ 7 അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് എന്തുകൊണ്ട് കിട്ടിയിട്ടില്ല, അതല്ലെങ്കിൽ തൊട്ടടുത്ത അയൽ രാജ്യം തങ്ങളുടെ ഇത്രയും വിപുലമായിരിക്കുന്ന സംവിധാനത്തോടു കൂടി ആക്രമിക്കാൻ തയ്യാറെടുക്കുന്ന കാര്യം നിങ്ങൾക്ക് ആ ഭൂമിക്കകത്ത് അധികാരവും അവകാശവും ഉണ്ടായിരിക്കെ, അതല്ലെങ്കിൽ ആ ഭൂമിക്കകത്ത് സുരക്ഷ സംബന്ധമായ രീതിയിലുള്ള ആവശ്യത്തിന് നിങ്ങൾ പല ഘട്ടത്തിലും പോവാറുണ്ട് എന്നുള്ളതും, അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം എന്ന നിലക്കും ചെറിയൊരു ദേശം എന്ന നിലക്കും മൊസാദ് എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര രഹസ്യ ഏജൻസിക്ക് എന്തുകൊണ്ട് സാധിച്ചിട്ടില്ല? ഇത് അമേരിക്കക്ക് പോലും ക്ഷീണമുണ്ടാക്കിയ കാര്യമാണ്. അതാണ് ഒന്നാമത്തെ അതിന്റെ വിഷയങ്ങൾ പറയുന്നത്. അപ്പൊ രഹസ്യ ഏജൻസി എന്ന് പറയുന്നത് തങ്ങളുടെ രാജ്യം സുരക്ഷിതമാക്കിയതിനു ശേഷമാണ് മറ്റൊരു രാജ്യത്തിന്റെ രഹസ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടപെടൽ നടത്തേണ്ടത്. എന്തുകൊണ്ട് ഹമാസ് ഇത്തരം ഒരു അക്രമം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുൻകൂട്ടി കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നും, അതോടൊപ്പം തന്നെ അവരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സൈനിക വ്യൂഹവും ബങ്കറുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും നിങ്ങൾക്ക് അറിവില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? ആകെ 42 കിലോമീറ്ററാണ് ഗാസ എന്ന് പറയുന്ന പ്രദേശം. 10 കിലോമീറ്റർ അതിന്റെ ചുറ്റളവ്. അതിന്റെ 3 ഭാഗവും ഇസ്രായേലാണ് അതിർത്തി പങ്കിടുന്നത്. ഒരു ഭാഗം മെഡിറ്ററേനിയൻ കടലാണ്. കടലിന്റെ കൺട്രോൾ മുഴുവനും ഇസ്രായേലിന്റെ കൈവശത്തിലുമാണ്.
എന്ന് പറഞ്ഞാൽ നാല് ഭാഗത്തെ അതിർത്തിയും യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ടാണ്. 42 കിലോമീറ്റർ വൈദൂരമുള്ള ഗാസ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ബങ്കറുകൾ എന്ന് പറയുന്നത് 500 കിലോമീറ്റർ അധികം വൈദൂരമുള്ളതാണ്. നാഷണൽ ഹൈവേക്ക് തുല്യമായിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ബങ്കറുകളുടെ അടിയിൽ, ഭൂമിക്കടിയിൽ തുരങ്കം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതിനകത്ത് വാഹനങ്ങൾ, ഈ ആംബുലൻസ് പോലെയുള്ള സംവിധാനങ്ങളും വലിയ വാഹനങ്ങളും യാത്ര ചെയ്യാൻ പാകത്തുള്ള റോഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇത്രയും വിപുലമായിരിക്കുന്ന ഒരു സംവിധാനമൊക്കെ ആ രാജ്യത്തിൻ്റെ അകത്ത് ഉണ്ടാക്കിയിട്ട് കാണാതെ പോയതിൻ്റെ കാരണം. രണ്ടാമത് അതിൽ പറയുന്നത് ബന്ദികളുടെ മോചനം. ബന്ദികൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ പൗരന്മാർ മാത്രമല്ല ബന്ദികളായത്. അന്നത്തെ പരിപാടിയിൽ സംഗീത ഉത്സവത്തിൽ പങ്കെടുത്ത, ഒക്ടോബർ 7 തീയതിയുള്ള സംഗീത ഉത്സവത്തിൽ പങ്കെടുത്തതിൽ അമേരിക്കൻ പൗരന്മാരും ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി പൗരന്മാരും മറ്റുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ പൗരന്മാരെല്ലാവരും കൂടിയുണ്ട്. ഇത്രയും ആളുകളെയാണ് പിടിച്ചു കൊണ്ടുപോയത്. എന്നിട്ട് അവർ ഏത് മേഖലയിലാണ് ഉള്ളത് എന്ന് ഒരു വർഷമായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കാത്തതിന്റെ പോരായ്മകൾ, ഇങ്ങനത്തെ കുറേ വിഷയങ്ങളാണ്. അതോടൊപ്പം തന്നെ അമേരിക്ക ആയുധം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, വലിയ സാമ്പത്തിക ബാധ്യതയായിരിക്കുന്നു. ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഭീമമായിരിക്കുന്ന നഷ്ടമാണ് അമേരിക്കക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വലിയൊരു കുറുക്കന്റെ രീതിയിലാണ് അമേരിക്ക ആദ്യഘട്ടത്തിൽ പെരുമാറിയത്. ഈ മേഖല പിടിച്ചെടുത്തുകൊണ്ട് ഈ മേഖലയിലൂടെ യാത്ര സഞ്ചാരം സുഖകരമാക്കി ആ കപ്പലുകളിൽ നിന്ന് പണം വാങ്ങാനുള്ള പരിപാടിയായിരുന്നു യഥാർത്ഥത്തിൽ അമേരിക്ക ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചെങ്കടലിൽ യമനെ സംബന്ധിച്ചിടത്തോളം, യമൻ എന്ന് പറയുന്ന ചെറിയൊരു രാജ്യം, അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതാക്കാൻ സാധിക്കും, വളരെ എളുപ്പത്തിൽ സാധിക്കുമെന്ന് അമേരിക്ക കണക്ക് കൂട്ടി. എന്നിട്ട് അതിനോടനുബന്ധിച്ച് ചെയ്ത് മറ്റുള്ള ചെങ്കടലുമായി ബന്ധപ്പെട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളോട്, സൗദി അറേബ്യ, ഈജിപ്തിനോട്, UAE, ബഹ്റൈനോടൊക്കെ തങ്ങളുമായി സഹകരിക്കണമെന്ന് പറഞ്ഞു. ആദ്യം തന്നെ സൗദി അറേബ്യ നിങ്ങളുമായിട്ട് സഹകരിക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അവിടെ നടക്കുന്ന യുദ്ധം പാലസ്തീനും ഇസ്രായേലും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ആരാണോ പലസ്തീനെ സഹായിക്കുന്നത് അല്ലെങ്കിൽ പലസ്തീന്റെ നയങ്ങളോടൊപ്പം നിൽക്കുന്നത്, തങ്ങൾ അവരുടെ കൂടെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഊത്തികളാണെങ്കിൽ തങ്ങൾ ഊത്തികളോടൊപ്പം നിൽക്കുമെന്ന് തുറന്നു പറഞ്ഞ രാജ്യമാണ് സൗദി അറേബ്യ. 15 കൊല്ലത്തോളമാണ് ഹൂത്തികളും സൗദി അറേബ്യയും തമ്മിൽ യുദ്ധമുണ്ടായത്. ആ യുദ്ധത്തിന്റെ വിഷയങ്ങളൊക്കെ അവസാനിച്ചു. പിന്നെ ഒരു സൗഹൃദമായി വീണ്ടും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഹൂത്തികൾ ഇപ്പോഴത്തെ അവരുടെ നിലപാട് എന്ന് പറഞ്ഞാൽ പാലസ്തീന്റെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് പാലസ്തീനെ എതിർക്കുന്നവരുമായി ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറുന്നു എന്നുള്ളത്, തങ്ങൾ അവർക്കൊപ്പമാണ് എന്ന് സൗദി അറേബ്യ പറഞ്ഞു എന്ന് മാത്രമല്ല, അതിന്റെ ഭാഗമായിട്ട് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഹൂത്തികളെ ആക്രമിക്കാൻ പാടില്ല, അവരെ ആക്രമിച്ചുകൊണ്ട് പരാജയപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കില്ല എന്നൊരു നിർദ്ദേശമോ ഉപദേശമോ സൗദി അറേബ്യ അമേരിക്കയുടെ വ്യോമ നേതാക്കളോട് അല്ലെങ്കിൽ വ്യോമ സൈന്യാധിപരോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അക്ഷരം പ്രതി ശരിയാവുന്ന തരത്തിലാണ് പിന്നിലുണ്ടായിരിക്കുന്ന കാര്യം. പറഞ്ഞു വരുന്ന കാര്യം, ഈ മേഖലയിൽ അമേരിക്ക ഉദ്ദേശിച്ചത് അറബ് രാജ്യങ്ങളെ പാട്ടിലാക്കിക്കൊണ്ട് ഈ മേഖലയുടെ ആധിപത്യം ഉണ്ടാക്കുക, അത് ആധിപത്യം പിന്നെ സ്ഥിരപ്പെടുത്തുക, അത് ആ വഴിയിലൂടെ പോകുന്ന കപ്പലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്ന് ചുങ്കം അവർ വാങ്ങുക, അങ്ങനെ ഒരു അധികാര മുന്നേറ്റം സൃഷ്ടിക്കുക എന്നുള്ളതാണ് അമേരിക്ക ഉദ്ദേശിച്ചത്. അതെല്ലാം വീണുടഞ്ഞുപോയി. അതിശക്തമായിരിക്കുന്ന അക്രമത്തിന് മുമ്പിൽ അമേരിക്ക പതറിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ കാര്യത്തിലുള്ള ഒരു പരാമർശമാണ് നടത്തിയത്. ബാധ്യതയായിരിക്കുന്നു നിങ്ങൾ ഞങ്ങൾക്ക്, അതായത് ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് ഈ പ്രവൃത്തിയൊക്കെ ചെയ്തത്. എന്നാൽ അമേരിക്കക്ക് എന്തെങ്കിലും വിജയം ഉണ്ടായിട്ടുണ്ടോ? ഒരു വിജയം ഉണ്ടായിട്ടില്ല. വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായത്. യുദ്ധക്കപ്പൽ, ഏറ്റവും അറിയപ്പെടുന്ന 6 യുദ്ധക്കപ്പലാണ് അമേരിക്കയുടെ കയ്യിലുണ്ടായിരുന്നത്. ആ യുദ്ധക്കപ്പൽ ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന ഒരു യുദ്ധക്കപ്പലാണ് അബ്രഹാം ലിങ്കന്റെ കപ്പലാണ് ഈ കടലിന്റെ തീരത്ത്, ചെങ്കടലിന്റെ തീരത്ത് നങ്കൂരം വിട്ടത് ഇവരെ ഒതുക്കാൻ വേണ്ടിയിട്ട്, യമന്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി. എന്നാൽ ശക്തമായിരിക്കുന്ന യമന്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന മിസൈൽ ആക്രമണത്തിൽ നിലനിൽക്കാൻ പറ്റാത്ത രീതിയിൽ ആ മേഖലയിൽ നിന്ന് കപ്പലിനെ പിന്മാറ്റി ഈ മെഡിറ്ററേനിയൻ കടലിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന നാണംകെട്ട ഒരു രീതി ഉണ്ടായത് പോലും യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ നയനിലപാടുകൾ തെറ്റായതുകൊണ്ട് തങ്ങളും കൂടി അനുഭവിക്കുകയാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഏതായിരുന്നാലും നെതന്യാഹുവിന് ക്ഷണമില്ലാത്തത് അവർക്ക് വലിയ രീതിയിലുള്ള മാനക്കേടുണ്ടാക്കിയ കാര്യമാണ്. ലോകത്തോട് ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാൻ വേണ്ടി പോലും യഥാർത്ഥത്തിൽ ഇസ്രായേലിന് സാധിക്കുന്നില്ല. അവർ നാണം കെട്ടിരിക്കുന്നു എന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു ഘട്ടം പറയുന്നത്, എങ്ങനെയെങ്കിലും ഒരു ക്ഷണക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് ഒഴിവാക്കാൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോഴും ഇസ്രായേൽ അമേരിക്കയുമായി ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടും നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു.